ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു ഘടകമാണ് സാമ്പത്തിക വികസനം. സാമ്പത്തിക വികസനം കാര്യമായിട്ട് നടക്കണമെങ്കിൽ ആ രാജ്യത്തെ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം. സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ ജോലിക്കാർ കാര്യക്ഷമമായി ജോലി ചെയ്യണം. ഏറ്റവും കാര്യക്ഷമമായി ജോലിക്കാർ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ടൈപ്പ് അറേഞ്ച്മെൻ്റാണ് ഉണ്ടായിരിക്കേണ്ടത്? ഞാൻ ജോലി ചെയ്തത് ഒരു യൂണിവേഴ്സിറ്റിയിലാണ്, കേരള യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് മറ്റ് പല യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവിടെയെല്ലാം ആളുകൾ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ബാക്കി വിഷയങ്ങളിലുള്ള ഗവേഷകരുടെ പ്രവർത്തനത്തെ പറ്റിയും എനിക്കറിയാം. ഇന്ത്യയിൽ വളരെ അധികം ഗവേഷണം നടക്കുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് വളരെ കുറവുമാണ്. ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ബഹുഭൂരിപക്ഷവും അമേരിക്കയിൽ നിന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങളാണ്. ഗവേഷണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പുരോഗമനമെല്ലാം ഉണ്ടാകുന്നത് അമേരിക്കയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇന്ത്യയിലെ എല്ലാവർക്കും തുല്യ ശമ്പളമാണ് നൽകുന്നത്. ഒരുത്തന് ഒരു ജോലി കിട്ടിയാൽ അയാൾ പെൻഷൻ വാങ്ങിക്കുന്നതുവരെ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും. റിട്ടയർ ചെയ്താൽ പെൻഷനും കിട്ടും. പക്ഷെ വികസിത രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയല്ല. ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം അയാളുടെ സൈറ്റേഷൻ ഇൻഡെക്സ് അനുസരിച്ചാണ്. സൈറ്റേഷൻ ഇൻഡെക്സ് കുറവാണെങ്കിൽ ഒരാൾ ജോലിയിൽ നിന്ന് പുറന്തള്ളപ്പെടും. ഈ സൈറ്റേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ എത്രമാത്രം ബാക്കിയുള്ളവർ സൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളുടെ സൈറ്റേഷൻ ഇൻഡെക്സ് വരുന്നത്. ഇപ്പം ഞാൻ പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് മനഃശാസ്ത്രത്തിലാണ്. ഇന്ത്യയിൽ മനഃശാസ്ത്രത്തിൽ കൂടുതൽ ഗവേഷണവും നടക്കുന്നത് കോറിലേഷൻ ഉപയോഗിച്ചാണ്. അതായത് ഡിക്ഷണറിയിൽ നിന്ന് കുറേ വാക്കുകൾ എടുക്കുക, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകളെന്നും പറഞ്ഞ് ഷോർട്ട് ടെമ്പർ അല്ലെങ്കിൽ ഫ്രണ്ട്ലിനെസ്, ഇങ്ങനെ കുറേ 2-3 വാക്കുകൾ എടുക്കുക, ഓരോന്നിനും ടെസ്റ്റുകൾ ഉണ്ടാക്കുക, അത് ഒരുപാട് പേർക്ക് വാരി കൊടുക്കുക, സ്കോർ ചെയ്യുക, എന്നിട്ട് ഇത് തമ്മിൽ കോറിലേറ്റ് ചെയ്യുക. ഒരു കാലത്ത് ഈ ഫാക്ടർ അനാലിസിസ് പല ടൈപ്പ് ഉണ്ടായിരുന്നു. മൾട്ടി ഫാക്ടർ മെത്തേഡ്, ജനറൽ ഫാക്ടർ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു. അക്കാലത്ത് ഈ പല വ്യക്തിത്വ പ്രത്യേകതകൾ തമ്മിലുള്ള ബന്ധം എത്രയുണ്ട്, ഒരു ജനറൽ ഫാക്ടർ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് തർക്ക വിഷയമായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഈ കോറിലേഷൻ. പക്ഷെ പിൽക്കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്നൊരു ഫാക്ടർ അനാലിസിസ് മെത്തേഡ് ഒരു കോംപ്രമൈസ് മെത്തേഡായിട്ട് വന്നു. അതായത് എപ്പോഴും ഒരു ജനറൽ ഫാക്ടർ ഉണ്ട്,
അതിൻ്റെ താഴെ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ താഴെ സ്പെസിഫിക് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് പൊതുവെ അക്സെപ്റ്റഡായി. അതോടെ ഈ കോറിലേഷൻ ജ്വരം അവസാനിച്ചു. അതായത് ഈ കോറിലേഷൻ കണ്ടതുകൊണ്ട് പൊതുവായിട്ട് നമ്മളൊന്നും നേടുന്നില്ല, അറിയുന്നില്ല. അത് കാര്യം മനസ്സിലായി. അതോടെ പുതിയ ആളുകൾ പുതിയ പുതിയ ഗവേഷണ മേഖലകളിലേക്ക് തിരിഞ്ഞു. പക്ഷെ ഇന്ത്യയിൽ ഇന്നും കോറിലേഷനുമായിട്ട് നിൽക്കുകയാണ്. കാരണം എളുപ്പം ടോപ്പിക്ക് കണ്ടുപിടിക്കാം, എളുപ്പം പേപ്പർ പബ്ലിഷ് ചെയ്യാം. പക്ഷെ ഇതെല്ലാം ചവറ്റുകുട്ടായി പോവുകയാണ്. ഇതാരും ഇതൊന്നും വായിക്കുന്നില്ല, സൈറ്റ് ചെയ്യുന്നില്ല, റെഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യയിലുള്ള മനഃശാസ്ത്ര ഗവേഷകരുടെ സൈറ്റേഷൻ ഇൻഡെക്സ് നോക്കിയാൽ 0 ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് അവരെ ആരും പിരിച്ചുവിടുന്നില്ല, അവരുടെ പ്രൊമോഷന് ഒരു തടസ്സവും വരുന്നില്ല. അവർ സുഖമായിട്ട് റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങിക്കും. ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ ഗവേഷണമൊന്നും ഫലവത്തായ രീതിയിൽ നടക്കാത്തത്. ഞാൻ സൈക്കോളജിയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ വിഷയങ്ങളിലും ഇത് തന്നെയാണ് അതിന് ഗതി. ഒരുപക്ഷെ മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കാം. കാരണം അവിടെ ഒരു ടോപ്പിക്ക് കണ്ടുപിടിക്കാൻ തന്നെ എളുപ്പമല്ല. തിയററ്റിക്കൽ ഫിസിക്സും അതുപോലെയാണ്. പുതിയ ടോപ്പിക്ക് കണ്ടെത്താൻ എളുപ്പമല്ല. റിസർച്ച് ചെയ്യണമെങ്കിൽ ശരിക്ക് തല പ്രവർത്തിപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ മറ്റു പല വിഷയങ്ങളിലും യഥാർത്ഥ ഗവേഷണമെല്ലാം നടക്കുന്നത് ഗവേഷണം എന്നുള്ള പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു മേഖല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മറ്റെല്ലാ പ്രവർത്തന മേഖലകളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരാളെ ഒരു ജോലിയിൽ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ പിരിച്ചുവിടാൻ പാടില്ല. നിയമപരമായിട്ടും പറ്റില്ല, നമ്മളുടെ സോഷ്യൽ നോം അനുസരിച്ച് ഒട്ടും പറ്റില്ല. ഈ സോഷ്യൽ നോം ഒന്നുണ്ട്. അത് നിയമം കുറേ കാലം നിൽക്കുന്നത് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ചില പ്രത്യേക ശാസ്ത്രങ്ങളുടെ സ്വാധീനം കൊണ്ടുമൊക്കെയാണ് ഈ സോഷ്യൽ നോം ഡെവലപ്പ് ചെയ്യുന്നത്. ഒരാളെ പിരിച്ചുവിടാൻ പാടില്ല എന്നുള്ള ഒരു സോഷ്യൽ നോമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മനഃശാസ്ത്രജ്ഞനായിരുന്നു, മനഃശാസ്ത്രം പഠിച്ച ആളാണ്. അയാളൊരു കൗൺസിലിംഗ് സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഒരുപാട് ആൾ വരാൻ തുടങ്ങിയപ്പോൾ അയാൾ മനഃശാസ്ത്രം പഠിച്ച ഒരു പയ്യനെ കൂടെ സഹായിയായിട്ട് നിയമിച്ചു. അപ്പോൾ ഈ പയ്യൻ കാണാൻ വരുന്നവരെയൊക്കെ, ഈ സ്ഥാപനത്തിൽ വരുന്നവരെയൊക്കെ സ്വന്തം വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് തുടങ്ങിയെന്ന് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കി. അപ്പോൾ പയ്യനോട് പറഞ്ഞ് നാളെ തൊട്ട് വരണ്ടാന്ന്. അപ്പോൾ പിറ്റേ ദിവസം കുറേ രാഷ്ട്രീയക്കാരാണ് വരുന്നത്. നിങ്ങൾ ആ പയ്യനെ എന്തിനു പിരിച്ചു വിട്ടു, അയാൾ എന്ത് തെറ്റ് ചെയ്തു, അതിൻ്റെ കാരണം പറയണം, ഇല്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കും, ഇഷ്ടംപോലെ ആളുകളെ നിയമിക്കാനും പിരിച്ചുവിടാനും നിങ്ങൾക്ക് ആര് അധികാരം തന്നു എന്നൊക്കെയായി ചോദ്യം. അപ്പോൾ എൻ്റെ സുഹൃത്ത് വിഷമിച്ചു. ഈ പയ്യനെ സഹായിക്കാൻ വേണ്ടിയാണ് അയാളെ നിയമിച്ചത്. അയാൾ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഇനി അത് വഴക്കാക്കണ്ടെന്ന് വിചാരിച്ച് കാരണമൊന്നും പറഞ്ഞില്ല. അപ്പോൾ രാഷ്ട്രീയക്കാരാണ് വന്ന് ഇടപെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് കാല് കെട്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ആരും സ്വന്തമായിട്ടൊന്നും തുടങ്ങാത്തത്. തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ജോലി ചെയ്യുകയുമില്ല, പിരിച്ചുവിടാൻ ഒട്ടും പറ്റത്തുമില്ല. നമ്മളെല്ലാവർക്കും ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കണം. അഥവാ പിരിച്ചുവിട്ടാൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. സ്ഥാപനം നഷ്ടത്തിലാണ് ഓടുന്നതെന്നൊന്നും പറഞ്ഞാലൊന്നും രക്ഷയില്ല. കോമ്പൻസേഷൻ കൊടുത്തേ പറ്റുള്ളൂ. അവസാനം നമ്മളുടെ കിടപ്പാടം വരെ വിറ്റ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു സംഗതിയും കാര്യക്ഷമമായിട്ട് നടക്കാത്തത്. അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായ ഒരു പഠനം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ്. അതിനുപരി നമ്മുടെ സോഷ്യൽ നോംസിൽ മാറ്റം വരണം. കാരണം ഈ പിരിച്ചുവിടാൻ പാടില്ല എന്നുള്ള ഒരു
വിചാരമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നത്. കാരണം ഒരു ജോലിയിൽ നമ്മളെവിടെയെങ്കിലും കയറി പറ്റിയാൽ പിന്നെ അവിടെ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു അവകാശമാണ്. നമ്മളെ പിരിച്ചുവിടുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ കൈയടത്തുന്നതാണ്, നമ്മളെ അവഹേളിക്കുകയാണ് എന്നാണ് ധാരണ. പക്ഷേ വികസിത രാജ്യങ്ങളിൽ അങ്ങനെയല്ല. നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ വരികയില്ല. കാരണം നമ്മുടെ മേലുദ്യോഗസ്ഥനോ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനോ നമ്മളുടെ മുഖം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ മുഖം കാണണ്ട. അതാണ് അഭിമാനകരമായിട്ട് ആളുകൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ കാര്യങ്ങൾ ഗവേഷണമായാലും മറ്റ് ജോലികളായാലും കാര്യക്ഷമമായി നടക്കുന്നത്. അപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പിരിച്ചുവിടപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം ആവുകയില്ല. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കുന്നവർക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് എന്ത് നിയമങ്ങളാണ് ആവശ്യം, എന്ത് നിയമങ്ങളാണ് സഹായകം എന്നുള്ളതിനെ പറ്റിയ ഒരു വീക്ഷണം നേതാക്കൾക്കുണ്ടായിരിക്കണം. ഇത് നേതാക്കളും എല്ലാവരും ഷോർട്ട് സൈറ്റഡാണ്. അവർക്ക് ദീർഘവീക്ഷണം ഇല്ല എങ്കിൽ താൽക്കാലികമായിട്ടുള്ള പ്രയോജനത്തിന് വേണ്ടി ആരെയും പിരിച്ചുവിടാൻ പാടില്ല, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ആളുകൾക്ക് ഒന്നും കാര്യക്ഷമമായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഗവേഷണമായാലും മറ്റെന്ത് പ്രവർത്തനമായാലും കാര്യക്ഷമമായ രീതിയിൽ നടക്കാത്തത്. അപ്പോൾ നമ്മളുടെ തൊഴിൽ നയങ്ങളെപ്പറ്റി ഒരു പുനർചിന്തനം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.